മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഈ ലോകത്തിന് ചെയ്തു കൊടുത്ത, ഉപദേശിച്ചു കൊടുത്ത, കൽപ്പിച്ച് അയച്ച ദീൻ, ഇതിന്റെ അനുയായികളാണ് നമ്മൾ എല്ലാവരും. ഇതിൽ ഏതേത് വലുപ്പമോ നീട്ടോ കുറവോ വരുത്തുന്നുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ദീനാകൂല. അത്രയും വലിയ മഹത്വത്തിൽ അല്ലാഹു നമ്മളെ ഇവിടെ ജീവിപ്പിക്കുന്നു. ഇതിലൂടെ തന്നെ അല്ലാഹു മരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു അനുഗ്രഹത്തിൽ പടച്ചവൻ നമ്മളെ വക്കൽ, അത് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ദീനിന്റെ ഖാദിമായിക്കൊണ്ട്, ദീനുൽ ഇസ്ലാമിന്റെ അടിമയായിക്കൊണ്ട്, അല്ലാഹു ദീനിന്റെ കീഴിലുള്ള ഒരു അനുയായി കൊണ്ടെടുത്തുന്നു. വിട്ടുകളിക്കണ്ട, ദോഷം ചെയ്യും. ഭൗതികമായിട്ട് മുസ്ലിം എന്ന പേരിൽ ജീവിക്കുന്നവൻ അവന്റെ ദീനുമായിട്ടുള്ള അകന്നുള്ള ജീവിതം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന കുഴപ്പത്തേക്കാൾ വലിയ കുഴപ്പം സൃഷ്ടിക്കും. ചെറിയവരും വലിയവരും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും സഹാബത്ത് പഠിച്ചെടുത്തതുമായ ദീൻ, ആ ദീനിൽ കുറച്ച് കലാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ആണ് താന്. അല്ലാത്തവൻ കണ്ടറിയുകയും ചെയ്യും. റഹ്മാനും റഹീമുമായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് മരിക്കാനുള്ളതായ തൗഫീഖ് നമുക്കെല്ലാവർക്കും തെരുമാറാവട്ടെ. ഭൗതിക ജീവിതത്തിന്റെ പിന്നിൽ വരുന്ന പാരത്രിക ജീവിതം ഓരോരുത്തർക്കും അതാവശ്യം. പാരത്രികമായിട്ടുള്ള ജീവിത സൗഖ്യം നേടിയെടുക്കാൻ മുസ്ലിം സമുദായം അവരെ ശരീരത്തെയും അവരെ പണത്തിൻ്റെയും എല്ലാം ഭാഗങ്ങൾ അതിലേക്ക് നീക്കിക്കൊണ്ടിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് ജീവിതവുമായി പിരിഞ്ഞ് മരണപ്പെട്ടു പോകുന്ന സമയമാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ അവസാനകാല വിജയം ഇസ്രായേൽ അലൈഹിസ്സലാമുമായി നമ്മൾ ബന്ധപ്പെടുന്നു. നമ്മളെ ജീവിച്ച് ജീവിതം തീരുന്നത് അവസാനമായിട്ടുള്ള നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. ഈ മലക്കുമായി ഒരു ബന്ധത്തിലായെങ്കിലല്ലേ റൂഹങ്ങ് വൃത്തിയായിട്ട് പോകുള്ളൂ എന്നുള്ളത് വലിയവർക്കും കുട്ടികൾക്കും അറിയുന്ന പരമാർത്ഥമാണ്. അങ്ങനെ ആ മലക്കുമായി ബന്ധപ്പെട്ടിട്ടങ്ങനെ മരിച്ചു പോകുന്ന അവസ്ഥ കുഞ്ഞുങ്ങൾ ഓർക്കുക. അപ്പ സമയം വാട്ട് ഹാപ്പൻ മീ, എന്റെ ഹാലത്ത്, എന്റെ അവസ്ഥ, നമ്മൾ മരിച്ചു പൊരിഞ്ഞ് പോകുമ്പോൾ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളെല്ലാം തന്നെ ആകാശത്തിലേക്ക് കയറ്റപ്പെടുന്നുണ്ടല്ലോ. ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിൽ, ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഇങ്ങനെ പല ഹദീസുകളിലായി കൊണ്ടിട്ട് നമ്മൾ ഇന്നിപ്പോൾ നിസ്കരിച്ച നിസ്കാരം, ഇതുപോലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ
മുഴുവനും ആകാശലോകത്തിലേക്ക് കയറ്റപ്പെടുന്നു. ആകാശലോകത്തിൽ എപ്പോഴേ എല്ലാ ദിവസവും കയറ്റുന്നു. ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും പല പ്രാവശ്യങ്ങൾ കയറ്റപ്പെട്ട് പിന്നെ 2 ദിവസം, ഒരാഴ്ചത്തെ ഒന്നായിട്ട് ടോട്ടൽ, അതുപോലെ 2 ദിവസങ്ങളിൽ 4 ദിവസങ്ങൾ, അങ്ങനെ പല പ്രാവശ്യമായിട്ട് ആകാശത്തിലേക്ക് കയറ്റപ്പെടുന്ന ഇബാദത്തുകളുണ്ടല്ലോ. ആ ഇബാദത്തുകൾ ആകാശത്തിലേക്ക് കയറ്റാൻ പ്രത്യേക റൂട്ട്, പ്രത്യേകമായ വഴികളുണ്ടല്ലോ കുട്ടികളെ. ഞാനും നീയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ ആകാശത്തിലേക്ക് കയറ്റപ്പെടാൻ പ്രത്യേക ഓരോരുത്തർക്കും സ്വന്തം അങ്ങനത്തെ വഴികൾ വെച്ചുകൊണ്ടിട്ട് ഒരാൾക്ക് ഒരു റൂട്ട് പ്രകാരം അവന്റെ ആയുഷ്കാലം മുഴുവനും വഴികളുണ്ട്. ആ കയറ്റപ്പെട്ട വഴികളിലൂടെയാണ് ഞാനും നീയും മരിച്ചാൽ ആ മരണത്തിന്റെ റൂഹ് പോകുന്ന വഴിയും അത് തന്നെ. ഇങ്ങനെ ആ വഴി മാറാതെ, വഴിയിൽ തടസ്സം വരുതാതെ, റൂട്ടിൽ കൂടി തെറ്റുപറ്റം വരാതെ യാത്ര അങ്ങനെ നേരെ ആകാശത്തിലേക്ക് കയറ്റപ്പെടുന്നു. അങ്ങനെ കയറ്റപ്പെടുന്ന ആ ഘട്ടം ആകാശലോകത്തിലേക്ക് റൂഹികൾ കയറ്റപ്പെടും. കിതാബുൻ മർഖൂമുൻ യശ്ഹദുഹുൽ മുഖറബൂൻ. കണ്ടില്ലേ, ആകാശത്തിലേക്ക് പോയി. ആ ആകാശത്തിലേക്ക് അർവാഹികൾ എത്തുന്ന സമയത്തിൽ എൻ്റെ മുൻപ് ആ സ്ഥലത്തേക്ക് എത്തിയ റൂഹുകളെ എല്ലാവരും, എൻ്റെ പരിചയക്കാരെല്ലാവരും എന്നെ കാണാൻ വേണ്ടി തിരക്കും. എന്നെ കാണാൻ വേണ്ടിയും യാതൊരു വ്യത്യാസവുമില്ലാതെ അവിടെ നോക്കുമ്പോൾ എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ വാപ്പയുണ്ട്. അവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് തിരക്കുന്നു. ഈ ഒരവസ്ഥയാണോ നിനക്ക് വേണ്ടത്? ഞാനും നീയും തീരുമാനിക്കണം. നിനക്കേതാ? നിന്റെ റൂഹുകളെല്ലാം ഏഴാം ഭൂമിയുടെ അടിഭാഗത്തിലേക്ക് പോയി. നിന്റെ വാപ്പയെ ഉമ്മയെ കാണുന്ന ആ അവസ്ഥയിലല്ല നീ ഉള്ളത്. അവരെല്ലാം വേറൊരു സ്ഥലത്ത് പോയി. കാണാൻ വേണ്ടി തിരക്കുണ്ടാകുന്നതായ വാപ്പ. മലായികത്ത് ആ സമയത്ത് പറയുന്നില്ലേ, നിങ്ങൾ തിരക്കണ്ട, ആളുകൾ തന്നെ സൂക്ഷിക്കും എന്നെല്ലാം പറയുന്ന ഒരവസ്ഥ, സന്തോഷാവർത്ത. ഇതാണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ ആലോചിക്കാനും ചിന്തിക്കാനുമാണ് ബുദ്ധി തന്നുകൊണ്ടിട്ട് വിശേഷിപ്പിക്കും. മനുഷ്യനെ വിശേഷിപ്പിച്ചു കുട്ടികൾ ആ കാര്യത്തിൽ ചിന്തിക്കാം. നമ്മൾ ദീനുമായിട്ടുള്ള ബന്ധം അതില്ലാതെ പോയാൽ വളരെ മോശത്തിലായി പോകും. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദീനിനെ മുറുകെ പിടിക്കുക, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുക, നടക്കുക. ആ സമാധിരിക്കുന്നതിൽ വളരെ പ്രയാസം ഉണ്ടാക്കുമെന്ന് ഓർക്കുക. ഇവിടുത്തെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവാൻ ശ്രദ്ധിക്കണം. ഇല്ലാതെ വന്നാൽ നമുക്ക് ദുനിയാവ് ആഖിറവും ഇല്ലാതെ പോകും. ദീനുമായിട്ടുള്ള ബന്ധം വളരെ ബന്ധത്തിന് വേണ്ടിയിട്ട് സമസ്ത അതൊരു സംഘടനം എന്ന നിലക്കല്ല, അതിലേറെ ദീനീയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ദീനവിടെ നേരെ നടന്നു പോകേണ്ട പ്രവർത്തനമല്ലാത്ത മറ്റൊരു പ്രവർത്തനത്തിനും സമസ്തക്കില്ലതല്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ആർക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ എതിരായി കൊണ്ടിട്ട് ഉള്ള ചിന്തകൾ സമസ്തയെ പറ്റി ആരിന് വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാത്തതാണെന്ന് ഓർക്കണം. സമസ്ത ജമാഅത്തെ ഇസ്ലാമിക്കാരന് വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരന് വേണ്ടി ഓനെ തൃപ്തിപ്പെടുന്ന ഒരു ഉദ്ദേശവും ആർക്കുമില്ല. റബ്ബിനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു പാർട്ടി എല്ലാ കാലവും എന്നാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തി ചിന്തിക്കണം. ആ വിഭാഗമാണ് സമസ്ത. സാധാരണ കളിയൊന്നും കളിച്ചാലൊന്നും ആവൂല. അതുകൊണ്ട് എല്ലാവരോടും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തുകൾ അത് എടുക്കണം. നടപടി എടുക്കുന്നത് നല്ല ഇല്ലാത്ത രൂപം നമ്മൾക്ക് ദീൻ വളരെ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കി തന്ന അത് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്താലെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു ഉയർത്തിയത്. അപ്പോ ആ ചിന്ത കുട്ടികളെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഭൗതികമായ ആശയങ്ങളും കുഴപ്പങ്ങളും അതിൻ്റെ സുഖങ്ങളും സമസ്തക്കില്ല തന്നെ. ദീൻ മാത്രമേ സമസ്ത. ഇതൊരു സമസ്തന്റെ യോഗമായതുകൊണ്ടാണ്, ഒരുമിച്ച് കൂടലായതുകൊണ്ടിട്ടാണ് ഞാൻ മാന്യ സ്നേഹിതന്മാരെ ഈ നിലക്ക് ഓർമ്മപ്പെടുത്തുന്നത്. കണ്ടെടുത്തെല്ലാം ഇപ്പോഴേ എന്തൊക്കെ പാർട്ടികളും ദിക്റുദുആകൾ അതൊക്കെ അല്ലാത്ത ഭൗതികമായ അല്ല. ഏതിൻ്റെ ഇപ്പം ഉണ്ടായതല്ലേ എടുത്ത് ഉണ്ടാകുന്നത്? എന്തോ പാർട്ടി? തൗഹീദിൻ്റെ പാർട്ടിയാണ്. അതെ, കണ്ടെടുത്തൊക്കെ തെരീക്കത്ത് നോക്കാം. കുട്ടികളെ രാവിലെ നേരെ എങ്ങനെ ഇതിൻ്റെ തെരീക്കത്തിൻ്റെ പിന്നാലെ എങ്ങനെ പോകും. മഹാനായ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി അവര് മരണത്തോട് അടുക്കുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തോട് 1-2 സ്റ്റേജിൽ വെച്ചിട്ട് ഉപദേശിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. പുതിയ ഔലിയാക്കൾ അവരെ കരുതണം, തെരീക്കത്തുകാരെ ശ്രദ്ധിക്കണം, തെരീക്കത്തുകാരെ ആ കാര്യത്തെ എറിഞ്ഞുകൊള്ളാൻ നോക്കണം. അപ്പൊ ഇതെന്താ പറയൽ തുടങ്ങി? ആരും മുമ്പ് പറഞ്ഞിട്ട് കേട്ടില്ലേ? ഞാനൊന്ന് ചോദിച്ചു എല്ലാവർക്കും അങ്ങനെ പോയിട്ട് തെരീക്കത്തൊക്കെ എന്താ പറയുന്നത് ഇരുന്നില്ലേ? കുറച്ചു കാലം ജീവിച്ചു അതങ്ങ് കാണാം. ഇപ്പോഴാണ് അങ്ങനെ കുറേ ശേഖന്മാര് എടാ കണ്ടത്തിലോ, ചിലര് കണച്ചിലോ, കിണറ്റിലാവൂലിയ, മറ്റേ ആവൂലിയ, കുളത്തിലാവൂലിയ, അങ്ങനെ പലരും ഉണ്ട് എന്ന് ആ മൂപ്പര് എണ്ണി തന്ന് കുളത്തിലരിയാവൂലിയെന്നാണ് ആര്. അങ്ങനെ പലരും ഉണ്ട്. മക്കളെ വേണ്ട വേണ്ട. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അതുപോലുള്ള ഒരാൾ പിന്നെ അവരെ ശേഷമായി കൊണ്ട് സമുദായത്തിന് തരീക്കത്തോട് കാരണം അങ്ങനെയുള്ള ആൾക്കാർ അതിനൊക്കെ അതുപോലത്തെ നല്ലവരുടെ ഉണ്ടാകും എന്നതിൽ നിരാശരായിരുന്നു മുൻഗാമികളായ മഹത്തുക്കൾ. അതൊക്കെ കുട്ടികൾ ഓർക്കണം. അവിടെ ഇവിടെ എന്നെല്ലാം പറയുമ്പോൾ ദീൻ ഫസാദാവാൻ വേണ്ടി ആയിപ്പോകുന്നതിലേക്ക് അവിടെയും യോഗം ഇവിടെയും യോഗം അതും ഇതുമെല്ലാം ഓടുക. വേണ്ട, അങ്ങനൊന്നും കുട്ടികൾ നടക്കണ്ട. പഠിച്ചതനുസരിച്ച് അങ്ങനെ നടന്നാൽ മതി. പഠനം കൂടുതലാകണ്ട.
അതോ ഇവതൊന്നും അവൻ്റെ തരീക്കത്തൊന്നും ഇവൻ്റെതൊന്നും കുട്ടികൾ അതിന് പിന്നാലെ പോയിട്ട് ദീൻ നഷ്ടപ്പെട്ടു പോകരുത്. റഹ്മാനായ റബ്ബ് അതിനത്തോട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാന്യ സ്നേഹിതൻ്റെ പ്രസംഗം ഞാനെന്ത് പറയാനാണ് വിചാരിച്ചിട്ട് മൂപ്പരയുടെ പ്രസംഗം കേട്ട നല്ലതാണ്. നിങ്ങളെല്ലാം കേട്ടോളി. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.